തന്റെ ഔദാര്യമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. ഖേദം പ്രകടിപ്പിച്ചത് ചർച്ചയിൽ ശ്രീമതി കരഞ്ഞപ്പോൾ. സ്ത്രീയുടെ കണ്ണീരിന് രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്ന് ഗോപാലകൃഷ്ണൻ. മാധ്യമങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞതും PK ശ്രീമതിയെന്നും ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോഴിക്കോട് വേദവ്യാസ സൈനിക സ്കൂളിൽ നിന്നും കാണാതായ 13-കാരനെ കണ്ടെത്താനായില്ല. ബീഹാർ സ്വദേശിയായ വിദ്യാർത്ഥിയെ കാണാതായിട്ട് 5 ദിവസം. പൂനെ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും അന്വേഷണം. കുട്ടി ഹോസ്റ്റലിൽ നിന്നും രക്ഷപ്പെട്ടത് 1-ാം നിലയിൽ നിന്നും കേബിൾ പിടിച്ചിറങ്ങി അതിസാഹസികമായി. കോൺഗ്രസ് നേതാവ് കനയ്യ കുമാറിന്റെ സന്ദർശനത്തിന് പിന്നാലെ ക്ഷേത്രം ഗംഗാജലം ഉപയോഗിച്ച് അടിച്ചു കഴുകി. വിവേചനം ബീഹാറിലെ സഹർസയിലെ ദുർഗ ക്ഷേത്രത്തിൽ. കനയ്യ ക്ഷേത്രത്തിലെത്തിയത് കോൺഗ്രസ് പദയാത്രയ്ക്കിടെ. BJP ഇതര പാർട്ടി പ്രവർത്തകർക്ക് തൊട്ടുകൂടായ്മയുണ്ടെന്ന് കോൺഗ്രസ്. സംഭവം കനയ്യയുടെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പെന്ന് BJP. മലപ്പുറം തിരൂരിൽ വൻ ലഹരിവേട്ട. 141 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിൽ. ലഹരി എത്തിച്ചത് ഒമാനിൽ നിന്ന് സൂചന. CMR-ൽ എക്സോളജി കരാർ വിജിലൻസ് അന്വേഷിക്കണമെന്ന ഹർജിയിൽ ഇന്ന് വിധി. ഹൈക്കോടതി വിധി പറയുക ഗിരീഷ് ബാബുവും മാത്യു കുഴൽനാടനും നൽകിയ ഹർജി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലും ഹൈക്കോടതി പരിഗണിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 47-ാം ദിവസത്തിലേക്ക്. നിരാഹാര സമരം 9-ാം ദിവസത്തിലേക്ക്. അനുനയ നീക്കത്തിനായി സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ആശാവർ. ആനുകൂല്യം നൽകേണ്ടത് കേന്ദ്രമെന്ന വാദത്തിൽ ഉറച്ച സർക്കാർ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ ഇന്ന് കുറ്റപത്രം നൽകും. 6 ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂര റാഗിങ്ങിനിരയാക്കിയതിൽ 5 പ്രതികൾ. കുറ്റപത്രം നൽകുന്നത്. പ്രതികൾ അറസ്റ്റിലായി 45-ാം ദിവസം. ജമ്മു കശ്മീരിലെ കത്വയിൽ ഏറ്റുമുട്ടൽ രൂക്ഷം. 2 ഭീകരരെ വധിച്ചു. 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. വനത്തിൽ ഒളിച്ചിരുന്ന ഭീകരർക്കായി തിരച്ചിൽ. ജമ്മു പത്താൻകോട്ട് ദേശീയപാതയിലടക്കം അതീവ സുരക്ഷ. IPL-ൽ കോഹ്ലിയും ധോണിയും ഇന്ന് നേർക്കുനേർ. ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. മത്സരം വൈകിട്ട് 7:30 ചെന്നൈ.